السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله وسلم على سيدنا محمد وعلى آله وأصحابه وأتباعه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أولى الناس بإبراهيم للذين اتبعوه وهذا النبي والذين آمنوا والله ولي المؤمنين. വിശുദ്ധ ഖുർആനിൽ ബയ്യന അല്ലാഹു അസ്സ വജൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. الله أكبر كبيرا والحمد لله كثيرا وسبحان الله وبحمده بكرة وأصيلا. لا إله إلا الله وحده لا شريك له صدق وعده وأنجز وعده ونصر عبده وهزم الأحزاب وحده. الله أكبر ولله الحمد. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ആദ്യമായി എല്ലാവർക്കും സന്തോഷത്തിന്റെയും ത്യാഗസ്മരണയുടെയും ബലിപെരുന്നാൾ ആശംസകൾ ഹൃദ്യമായി നേരുന്നു. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ കുല്ല ആമിൻ അൻതും ബിഖൈർ. അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. 4000 വർഷങ്ങൾക്കപ്പുറം ഇറാഖ് എന്ന ചരിത്രമുറങ്ങുന്ന മണ്ണിലെ ഊറെന്ന ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് പരീക്ഷണങ്ങളുടെ കനൽപഥങ്ങളിലൂടെ കടന്നുപോയി സൃഷ്ടാവിന്റെയും സൃഷ്ടികളുടെയും സ്നേഹവും ആദരവും പിടിച്ചുപറ്റിയ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ത്യാഗസമ്പൂർണമായ ജീവിതത്തെ അനുസ്മരിക്കുന്ന ധന്യമുഹൂർത്തത്തിലാണ് നാമൊക്കെയും. അവിടുത്തെ ജീവിതത്തെ പിൻപറ്റുവാൻ അല്ലാഹു നമ്മളുടെ ഒരുമിച്ചുകൂടലും ഈ ആഘോഷവും കാരണമാക്കുമാറാവട്ടെ.
പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സഹോദരങ്ങളെ, ലോകത്താകമാനം ഇന്നലെയും ഇന്നുമായി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് പ്രധാനപ്പെട്ട 3 സെമിറ്റിക് മതങ്ങളുണ്ട്: ക്രിസ്ത്യൻ മതം, ജൂതമതം, പരിശുദ്ധമായ ഇസ്ലാം. ഈ 3 മതങ്ങളും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. ഇബ്രാഹിം നബിയെ ഒരു ചരിത്ര പുരുഷനായി വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഈ 3 മതങ്ങളിൽ വെച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ യഥാർത്ഥ പിന്തുടർച്ചക്കാരാണ് എന്ന് അവകാശപ്പെടാൻ ഇന്ന് ലോകത്ത് അർഹതയുള്ളത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ വക്താക്കളായ മുസ്ലിമീങ്ങൾക്ക് മാത്രമാണ്. കാരണം എന്തുകൊണ്ട്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്ത് സൂചിപ്പിക്കുന്നതാണ്, ഇന്ന ഔലന്നാസി ബി ഇബ്രാഹിമ ലല്ലദീന തബഉ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി ഏറ്റവും ബന്ധപ്പെട്ടവർ, കടമപ്പെട്ടവർ, ചേർന്ന് നിൽക്കുന്നവർ, അവിടത്തെ പിൻപറ്റിയവരാണ്. വഹാദൻ നബിയു, ഈ പ്രവാചകനുമാണ്, അഥവാ ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വല്ലദീന ആമനു, ആ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചവരുമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അംഗീകരിക്കുന്നവരെന്ന് പറയുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളും അദ്ദേഹത്തിന്റെ മാർഗത്തിൽ നിന്ന്, തൗഹീദിന്റെ മാർഗത്തിൽ നിന്ന് പരിപൂർണമായി വ്യതിചലിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണിച്ചു തന്ന ഇർജുവായ പാതയിലൂടെ ഇന്നും ലോകത്ത് സഞ്ചരിക്കുന്നവർ മുസ്ലിമീങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി യഥാർത്ഥ വിശ്വാസിയാകണമെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ജീവിതത്തിൽ പകർത്തണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിത പന്താവില്ലാത്തൊരു വിശ്വാസിയുടെ ജീവിതം യഥാർത്ഥ മുസ്ലിമിന്റെ ജീവിതമാവുകയില്ല. എന്തുകൊണ്ട്? ഒരു സത്യവിശ്വാസി അവൻ ജനിക്കുന്നത് മുതൽ അവന്റെ വളർച്ചയിലും അവന്റെ ജീവിതത്തിന്റെ പല ഭാഗങ്ങളിലും അവസാനം അവന്റെ മരണത്തിൽ വരെയും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു കുഞ്ഞ് ജനിച്ചാൽ നമ്മുടെ ഇടയിൽ 7ാമത്തെ ദിവസം അവന്റെ മുടി കളയൽ സുന്നത്താണ്. അത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചര്യയാണ്. ആ കുഞ്ഞിനെ ചേലാകർമ്മം ചെയ്യുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചര്യയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടങ്ങി വെച്ചതല്ല. അത് 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് ലോകത്ത് ആദ്യമായി ചേലാകർമ്മം നടപ്പിലാക്കിയത് എന്നാണ്. അതിനുശേഷം മുഴുവനും സമൂഹങ്ങളും അത് അംഗീകരിച്ചിട്ടുണ്ട്, ആ സുന്നത്തിനെ മുറുകെ പിടിച്ചിട്ടുണ്ട്. നമുക്കും അത് സുന്നത്താണ്. പുരുഷന്മാർ മീശ വളരുമ്പോൾ അത് വെട്ടി ഒതുക്കണമെന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സുന്നത്താണ്. താടി വളർത്തുക എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പവിത്രമായ ചര്യയാണ്. നമ്മളുടെ ശരീരത്തിലുള്ള വിഹരോമവും കൃഷരോമവും പോലെയുള്ളത് ഒഴിവാക്കുക എന്നുള്ളത്, വടിച്ചു കളയുക എന്നുള്ളത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചര്യയാണ്. ഇതുപോലെ ഒരുപാട് നമ്മളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിൻപറ്റപ്പെടുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അനുസ്മരിക്കുന്നുണ്ട്. എന്തിനേറെ പ്രിയമുള്ളവരെ, 5 വഖ്ത് നിസ്കാരത്തിൽ നമ്മൾ നിയ്യത്ത് ചെയ്ത തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടി കഴിഞ്ഞാൽ അവിടെയും നമ്മൾ പറയുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ച വലിയ വാക്കുകളാണ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ. ഈ വചനങ്ങൾ നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുമ്പോൾ അത് ലോകത്താദ്യമായി അല്ലാഹുവിന്റെ മുന്നിൽ കൈകെട്ടി പറഞ്ഞത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം 4000 വർഷങ്ങൾക്കപ്പുറമാണ്. അപ്പോൾ നിസ്കാരത്തിന്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ ഇബ്രാഹിം നബിയെ അനുസ്മരിക്കുകയാണ്. തീർന്നില്ല, നിസ്കാരത്തിന്റെ അവസാന ഭാഗം അത്തഹിയാത്ത് കഴിഞ്ഞ് തിരുനബിയുടെ മേൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ അവിടെയും നമ്മൾ ഓർക്കുന്നുണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഇത് പറഞ്ഞു നിർത്തിയാൽ നമ്മൾ ഉടനെ പോകുന്നത് അങ്ങ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ ആത്മീയ പിതാവെന്ന് വിശേഷിപ്പിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി
അലൈഹിസ്സലാമിന്റെ ഓർമ്മയിലേക്കാണ്. കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അവിടെയും അത്തഹിയാത്തിലും ഇബ്രാഹിം നബിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സലാം വീട്ടുന്നത്. തീർന്നില്ലല്ലോ, ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളിൽ ഇന്ന് നമ്മൾ ബലിപെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഇബ്രാഹിം നബിയെ ഓർക്കാതെ അവിടത്തെ അനുസ്മരിക്കാതെ ഒരു സത്യവിശ്വാസിക്ക് ബലിപെരുന്നാളില്ല. നമ്മൾ അല്ലാഹു തആല നമുക്ക് സുന്നത്താക്കിയ ബലികർമ്മം ഉദ്ഹിയ നിർവഹിക്കുമ്പോൾ അവിടെയും ഇബ്രാഹിം നബിയെ ഓർക്കാതെ ബലികർമ്മം നിർവഹിക്കാൻ കഴിയുകയില്ല. ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലോ നമ്മളുടെ ജീവിതത്തോട് ഇഴചേർന്ന് നിൽക്കുന്നയാളാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അവസാനം നമ്മൾ മരണപ്പെട്ടു, പള്ളിയിലേക്ക് കൊണ്ടുവച്ചു. നമ്മളുടെ മുന്നിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുമ്പോൾ രണ്ടാമത്തെ തക്ബീർ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി കൈകെട്ടിക്കഴിഞ്ഞാൽ അവിടെയും നമ്മൾ ചൊല്ലുന്നത് സ്വലാത്ത് ഇബ്രാഹിം, ഇബ്രാഹിമിയ സ്വലാത്താണ്. അവിടെയും കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇത് പറഞ്ഞുകൊണ്ടാണ് സ്വലാത്ത് അവസാനിപ്പിക്കുന്നത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നാമുമായി എത്രത്തോളം ബന്ധപ്പെട്ടയാളാണ്, നമുക്ക് എത്രത്തോളം കടമയും കടപ്പാടുകളും ഉള്ളയാളാണെന്ന് പറഞ്ഞതാണ്. അവസാനം ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം തങ്ങൾ പോലും പറഞ്ഞതെന്താണ്? ഈ ഭൂമി ലോകത്തേക്ക് ഞാൻ വരാൻ കാരണം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. എങ്ങനെ ഈ ഭൂമിയിലേക്ക് ഞാൻ വന്നത്? എന്റെ ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയാണ്. അന ദഅവത്തു അബീ ഇബ്രാഹിം, എന്റെ പിതാവായ ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് അല്ലാഹ് എന്നെ ഭൂമിയിലേക്ക് അയച്ചത്. എന്തുകൊണ്ട്? പരിശുദ്ധമായ കഅബ ശരീഫ് നിർമ്മിച്ച് പൂർത്തീകരിച്ചിട്ട് ആ കഅബ ശരീഫിന്റെ തിരുമുറ്റത്ത് വെച്ച് ഇബ്രാഹിം നബി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാം ആ ദുആക്ക് ആമീൻ പറയുകയാണ്. എന്താണ് പറഞ്ഞത്? വബഅസ് ഫീഹിം റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. വിശുദ്ധ കഅബ ശരീഫിനെ സാക്ഷി കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്, അല്ലാഹുവേ എന്റെ പിൽക്കാലത്ത് വരുന്ന എന്റെ സന്താനങ്ങളുടെ കൂട്ടത്തിൽ നീ ഒരു റസൂലിനെ അയക്കണമേ. യത്ലു അലൈഹിം ആയാതിക, നിന്റെ ദൃഷ്ടാന്തങ്ങളെ ഓതിക്കൊടുക്കാൻ കഴിവുറ്റ ഒരു പ്രവാചകനെ അയക്കണമേ. വയുസക്കീഹിം, എന്റെ പിൽക്കാലത്ത് വരുന്ന തലമുറകളെ പരിശുദ്ധരാക്കാൻ നിന്നിലേക്ക് പ്രബോധനം ചെയ്യാൻ ഒരു പ്രവാചകനെ നീ അയക്കണമേ എന്ന് 4000 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ മക്കയിലെ കഅബ ശരീഫിന്റെ മുറ്റത്ത് വെച്ച് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ ഫലമാണ് അന ദഅവത്തു അബീ ഇബ്രാഹിം, ഞാൻ ഇവിടെ ജനിച്ചതെന്ന്, ഈ മക്കയിൽ ജനിച്ചതെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇബ്രാഹിം നബിയും നമ്മളും തമ്മിലുള്ള ബന്ധം എത്രയാണ്? നമ്മളുടെ മുത്ത് നബിയെ നമുക്ക് കിട്ടാൻ കാരണം ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. ഇബ്രാഹിം നബിയുടെ ദുആയുടെ ഫലമാണ് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞു, ആ ഇബ്രാഹിം നബിയെ നിങ്ങൾ മറക്കരുതേ, ഇബ്രാഹിം നബിയുടെ മാർഗത്തെ നിങ്ങൾ മറക്കരുതേ, ഇബ്രാഹിമിന്റെ മില്ലത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണേ. ഖുൽ സദഖല്ലാഹ് വത്തബിഉ മില്ലത ഇബ്രാഹിം. പറയ് നബിയെ, അല്ലാഹ് സത്യം പറഞ്ഞിരിക്കുകയാണ്, അല്ലാഹ് സത്യം പറഞ്ഞിരിക്കുകയാണ്.
പറഞ്ഞിരിക്കുകയാണ്. എന്താണ് സത്യം? ഇബ്രാഹിമിന്റെ മില്ലത്തിനെ, ഇബ്രാഹിമിന്റെ മാർഗത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണേ. ബലിപെരുന്നാളിന്റെ സുന്ദരമായ ഈ ദിവസത്തിൽ ബലിപെരുന്നാളിന്റെ ആഘോഷങ്ങളും നർമ്മണങ്ങളും സുഗന്ധങ്ങളും പരത്തുമ്പോൾ പ്രിയമുള്ളവരെ, എന്താണ് ബലിപെരുന്നാളിന്റെ ആത്മാവെന്ന് നാം പരിശോധിക്കണം. എന്താണ് ബലിപെരുന്നാളിന്റെ അകക്കാമ്പെന്ന് നാം തിരിച്ചറിയണം. ആഘോഷങ്ങൾക്കപ്പുറം, ആർഭാടങ്ങൾക്കപ്പുറം, ആഹ്ലാദങ്ങൾക്കപ്പുറം നമുക്കുണ്ട് പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാമിൽ ഒരുപാട് മാതൃകകൾ. ഈ വർത്തമാന കാലഘട്ടത്ത് നമുക്കൊക്കെയും പിൻപറ്റാൻ ഏറ്റവും അനിവാര്യമായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തിരുമാർഗം നമ്മൾ മറന്നുകൂടാ. എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി ലോകത്ത് ഇത്രത്തോളം വാഴ്ത്തപ്പെടുന്നത്? ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്, അല്ലാഹുവേ എനിക്ക് ശേഷം വരുന്ന സമുദായങ്ങളിൽ എന്നെ കുറിച്ചുള്ള സൽപ്പേര് നീ നിലനിർത്തേണമേ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ കുറ്റം പറയുന്ന ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒരിക്കലും ഇബ്രാഹിം നബിയെ തള്ളിപ്പറയില്ല. അതുപോലെ തന്നെ മൂസാ നബിയെ തള്ളിപ്പറയുന്ന ക്രിസ്ത്യാനികൾ ഒരിക്കലും ഇബ്രാഹിം നബിയെ തള്ളിപ്പറയുകയില്ല. ഈസാ നബി ജാരസന്തതിയാണെന്ന് പറയുന്ന ജൂതന്മാർ ഒരിക്കലും ഇബ്രാഹിം നബിയെ തള്ളിപ്പറയില്ല. കാരണം എന്ത്? പിൽക്കാലത്ത് വന്ന മുഴുവൻ സമുദായങ്ങളോ മുഴുവൻ ഉമ്മത്തുകളും ഇബ്രാഹിം നബിയെ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് വരുന്നവരിൽ അല്ലാഹുവേ എന്നെ കുറിച്ച് നല്ല പേര് നീ വെക്കണമേ. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാൾ വരെ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം ഭൂമി ലോകത്തുണ്ടാകും. ഇബ്രാഹിം നബി അനുസ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഇബ്രാഹിം നബിയുടെ പേര് പറയപ്പെട്ടുകൊണ്ടേയിരിക്കും. അവിടത്തെ വാഴ്ത്തപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് അല്ലാഹ് കൊടുത്തൊരു അനുഗ്രഹമാണ്. എന്തുകൊണ്ട് അനുഗ്രഹങ്ങൾ കിട്ടി? ലോകത്തിത്രയും പ്രശംസിക്കപ്പെടുന്ന മറ്റൊരു മനുഷ്യൻ ആരാണുള്ളത്? ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാമിനേക്കാൾ ആവേശത്തോടെ ഇബ്രാഹിം നബിയുടെ മേൽ നമ്മൾ സ്വലാത്തും സലാമും ചൊല്ലണം. പ്രിയമുള്ളവരെ, ഈ ബലിപെരുന്നാളിന്റെ ആത്മാവ് ഇബ്രാഹിം നബിയാണ്. ജീവിതത്തിലേക്ക് ഇബ്രാഹിം നബി കടന്നു വരട്ടെ. ജീവിതത്തിലേക്ക് ഇബ്രാഹിം നബിയുടെ ജീവിതം നമുക്ക് ജീവിതമായി മാറട്ടെ. എങ്കിലേ പ്രിയമുള്ളവരെ നമ്മളുടെ ബലിപെരുന്നാളിന് അർത്ഥമുള്ളൂ. അപ്പോഴാണ് നമ്മുടെ തക്ബീറുകളുടെ മുഴക്കത്തിന് അർത്ഥമുണ്ടാകുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമുക്ക് 7:30 മണിക്ക് നിസ്കരിക്കണം. അപ്പോൾ ഇവിടെ നിസ്കരിക്കേണ്ടവരൊക്കെയും വേഗത്തിൽ തന്നെ പള്ളിയിലേക്ക് എത്തി. പുറത്തിരിക്കുന്ന സഹോദരങ്ങളെ ദയവായി അകത്തോട്ട്, അകത്തൊരുപാട് സ്ഥലമുണ്ട്. പള്ളിക്ക് അകത്തിരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാണോ? അല്ലെങ്കിൽ ഉസ്താദ് പറയുന്നത് കേൾക്കാനുള്ള വെറുപ്പുകൊണ്ടാണോ? ഒന്നകത്തേക്ക്. ഒരുപാട് ചെറുപ്പക്കാരാണ്, അനുസരണമുള്ള മക്കളൊക്കെ ആണെങ്കിൽ ഒന്നകത്തേക്ക് കയറിയിരിക്കും. നമുക്ക് പറയാനേ കഴിയുള്ളൂ, എടുത്തോണ്ട് വരാനും കഴിയില്ല. പെരുന്നാളിനെങ്കിലും അകത്ത് പള്ളിയിൽ ഇരിക്കും. ഇവിടത്തെ സുഖമൊക്കെ ഒന്ന് അറിയും. ഇൻഷാ അല്ലാഹ് വരുന്നവരൊന്ന് അകത്തെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഇരിക്കും. പിറകിൽ തന്നെ എല്ലാവരും ഇരിക്കാതെ മുൻഭാഗത്ത് ഒരുപാട് സ്ഥലമുണ്ട്. അവിടെ ഒന്ന് ഇരുന്നാല് പിന്നെ വരുന്നവർക്ക് പിറകിൽ ഇരിക്കാൻ സൗകര്യമാകും. അല്ലാഹു തആല അനുസരണയുള്ള മക്കളും അനുസരണയുള്ള മുഅ്മിനീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ഇത്രത്തോളം ആദരിച്ച് ബഹുമാനിച്ച് മനുഷ്യ മനസ്സുകളിൽ ഇത്രത്തോളം സ്ഥാനം കൊടുത്തത് എന്തുകൊണ്ടാണ്? അല്ലാഹു തആല കൊടുത്ത പരീക്ഷണങ്ങളിലെല്ലാം അദ്ദേഹം ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ വിജയിച്ചു, എല്ലാം കീഴടക്കി എന്നതുകൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല കൊടുത്ത ജീവിതത്തിന്റെ എല്ലാ പരീക്ഷണങ്ങളിലും ഇബ്രാഹിം നബി വിജയിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പരീക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ പരീക്ഷണങ്ങൾ മുമ്പിലെല്ലാം നമ്മൾ പതറിപ്പോകുമ്പോൾ, നമ്മൾ അള്ളാഹുവിനെ മറന്നു പോകുമ്പോൾ, അള്ളാഹു അല്ലാത്ത പലതിലേക്ക് നമ്മൾ തിരിയുമ്പോൾ, ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ജീവൻ പോകുന്ന നേരത്ത് പോലും, തീയിലേക്ക് എറിയപ്പെട്ട നേരത്ത് പോലും ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്, എനിക്ക് അള്ളാഹു മതി, മറ്റാരിലേക്കും എനിക്ക് ആവശ്യമില്ല. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെടുമ്പോൾ അവിടേക്ക് കടന്നു വരുന്നുകൊണ്ട് മുഖറ
അഖറബുൽ അംലാക് മലക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഓ ഇബ്രാഹിം നബിയെ, അല്ലാഹു എന്നെ ഈ നിമിഷത്തിൽ അർശിന്റെ ഭാഗത്തു നിന്ന് ഇവിടേക്ക് അയച്ചതാണ്. എന്തിനെന്നറിയുമോ? അങ്ങയ്ക്ക് വേണ്ടി മാസങ്ങളായി നമ്രൂദ് തീ ഇതാ കത്തിക്കപ്പെട്ടു. അതിന്റെ മുകളിലൂടെ പാറിപ്പോകുന്ന പക്ഷികൾ പോലും ആ കഠിനമായ ചൂടിൽ വെന്തുരുകി വീണുപോയി. അങ്ങനെയുള്ള തീക്കുണ്ടാരത്തിലേക്ക് അങ്ങയെ വലിച്ചെറിയുമ്പോൾ അല്ലാഹ് ഇതാ എന്നെ പറഞ്ഞയച്ചു. അങ്ങക്ക് എന്താണ് സഹായം വേണ്ടത്? ഈ നമ്രൂദിന്റെ തീ അണയ്ക്കണമോ? എന്റെ 600 ചിറകുകളിൽ നിന്ന് ഒരു ചിറകിനെ വിരിച്ചാൽ തന്നെ ചക്രവാളം മുഴുവനും മറഞ്ഞു പോകും. അങ്ങനെയുള്ള ഒരു ചിറക് കൊണ്ട് ഞാനൊന്ന് വീശിയാൽ അണയുന്നതേ ഉള്ളൂ നമ്രൂദിന്റെ തീക്കുണ്ടാരം. അതല്ല, അങ്ങയെ ആ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെടുമ്പോൾ അങ്ങയെ സുരക്ഷിതനായി നിർത്തുവാൻ എന്റെ ചിറക് അങ്ങക്ക് വിരിച്ചു തരണോ? എന്ത് വേണമെങ്കിലും അങ്ങയെ സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. ഈ തീയിൽ നിന്ന് അങ്ങയെ രക്ഷപ്പെടുത്താൻ തയ്യാറാണ്. ഉടനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മറുപടി എന്താ? മറ്റൊരു വഴിയുമില്ല. ആ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ വീണ് വെന്തുരുകലല്ലാതെ, ജീവൻ പൊലിഞ്ഞു പോകലല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലാത്ത ഘട്ടത്തിലും ജിബ്രീലിനോട് ഇബ്രാഹിമിന്റെ വാക്ക്, ജിബ്രീലേ, എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല. നിങ്ങൾ അയച്ച റബ്ബുണ്ടല്ലോ, ആ റബ്ബിന്റെ തീരുമാനമാണ് ഈ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ വീണ് ഞാൻ വെന്തുരുകണമെന്നെങ്കിൽ എന്റെ ആഗ്രഹത്തെക്കാൾ എനിക്കിഷ്ടം എന്റെ റബ്ബിന്റെ തീരുമാനം നടപ്പിലാക്കല. അതുകൊണ്ട് ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി, എനിക്ക് അല്ലാഹു മതി. അതുകൊണ്ടല്ലേ അല്ലാഹു തആല അവസാന നിമിഷത്തിൽ പറഞ്ഞു, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. അവസാനം അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തെ എയർ കണ്ടീഷൻ ആക്കി കൊടുത്തുവെങ്കിൽ, ശീതീകരിച്ച ഒരു റൂമിനെ പോലെ മനോഹരമായി സുന്ദരമായി സുരക്ഷ ഒരുക്കിയെങ്കിൽ, അവസാന നിമിഷം വരെയും ഇബ്രാഹിം നബി അല്ലാഹു തആല പരീക്ഷിച്ചു. ആ പരീക്ഷണത്തിൽ വിജയിച്ചു. അതുപോലെ ഒട്ടനവധി പരീക്ഷണങ്ങൾ അല്ലാഹു തആല ഇബ്രാഹിം നബിക്ക് കൊടുത്തു. ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞു കണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നിസ്കാരത്തിലേക്ക് കടക്കാം. ഇബ്രാഹിം നബി യഥാർത്ഥ നിലയിൽ പിൻപറ്റാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്തു. ഇബ്രാഹിം നബിക്ക് ഒരു നല്ല ഗുണമുണ്ട്. വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്താൽ ഒറ്റയ്ക്ക് കഴിക്കുകയില്ല, കൂട്ടത്തിൽ ഒരു അതിഥിയെ കിട്ടാതെ ഭക്ഷണം കഴിക്കുകയില്ല. അങ്ങനെ വീട്ടിൽ നല്ല ഭക്ഷണം തയ്യാറാക്കി വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ് ഒരു അതിഥിയെ കിട്ടാൻ. കിലോമീറ്ററുകളോളം നടന്നു, പക്ഷേ കൂട്ടത്തിൽ കഴിക്കാൻ ഒരു അതിഥിയെ കിട്ടിയിട്ടില്ല. തിരിച്ചു വന്നു വീട്ടിലേക്ക് വരുമ്പോൾ, നിരാശനായി വരുമ്പോൾ, ഇന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നെനിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഒരാൾ നിൽക്കുകയാണ്. വീട്ടിന്റെ ഉള്ളിൽ ഒരാളുണ്ട്. ചോദിച്ചു, കൈഫ ദഖൽത ബിഉദ്നി റബ്ബിഹാ, മനുഷ്യ, നിങ്ങൾ എങ്ങനെയാണ് എന്റെ വീട്ടിൽ എന്റെ അനുവാദം കൂടാതെ കടന്നത്? ആഗതൻ പറഞ്ഞു, ഇന്നി ദഖൽതുഹാ ബിഇദ്നി റബ്ബിഹാ, ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥനായ അല്ലാഹുവിന്റെ അനുവാദം കൊണ്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് കടന്നത്. അപ്പോൾ ചോദിച്ചു, മൻ അന്ത, നിങ്ങൾ ആരാണ്? അന മലക്കുൽ മൗത്ത് അസ്റായീൽ, ഞാൻ റൂഹിനെ പിടിക്കുന്ന മലക്ക് അസ്റായീലാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, നിങ്ങൾ ഇന്ന് എന്റെ റൂഹിനെ പിടിക്കാൻ വന്നതാണോ? അല്ല, ഞാൻ നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാണ്. എന്താണ് ആ സന്തോഷ വാർത്ത? ലോകത്ത് അല്ലാഹു തആല അടിമകളിൽപ്പെട്ട, അല്ലാഹുവിന്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമയെ അല്ലാഹു ഖലീലാക്കിയിരിക്കുന്നു. ഇത്തഖദല്ലാഹു അബ്ദൻ മിൻ ഇബാദിഹി ഖലീല, അല്ലാഹുവിന്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമയെ ഖലീലാക്കി. എന്താണ് ഖലീൽ എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ ഉറ്റതോഴൻ, എല്ലാ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ, ഏറ്റവും ആത്മസുഹൃത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. എല്ലാ രഹസ്യങ്ങളും കൈമാറുന്ന ഒരു ആത്മസുഹൃത്ത്, ഒരിക്കലും മറക്കാത്ത ഉറ്റ സുഹൃത്ത്, ഏത് പ്രതിസന്ധിയിലും ഏത് സന്തോഷത്തിലും നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന നമ്മളുടെ നല്ല കൂട്ടുകാരൻ. അള്ളാഹുവിന് അങ്ങനെ ഒരു കൂട്ടുകാരൻ ദുനിയാവിലുണ്ട് ഇബ്രാഹിം നബിയെ. അങ്ങനെ ഒരു ഖലീൽ അല്ലാഹു തആല സ്വീകരിച്ചിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, മൻ ഹുവ, അങ്ങനെ ഖലീലായി തിരഞ്ഞെടുത്തയാൾ ആരാണ്? അദ്ദേഹത്തെ ഒന്ന് പറഞ്ഞു തരുമോ? ഭൂമിയുടെ അങ്ങേ അറ്റത്താണെങ്കിൽ പോലും ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെടും, അദ്ദേഹത്തെ കണ്ടുമുട്ടും, അദ്ദേഹത്തിന്റെ ചാരത്ത് ഞാൻ ജീവിക്കും, അദ്ദേഹത്തിനോടൊപ്പം ഞാൻ ചേരും, മരണം വരെ ഞാൻ അദ്ദേഹത്തെ പിരിയുകയില്ല. കാരണം അല്ലാഹു ഖലീലായി തിരഞ്ഞെടുത്ത ഒരു മനുഷ്യൻ എത്ര പവിത്രമായിരിക്കും, എത്ര ശ്രേഷ്ഠമായിരിക്കും. അങ്ങനെ അദ്ദേഹത്തെ എനിക്ക് കാണിച്ചു തരുമോ? അദ്ദേഹത്തിന്റെ നാട് എവിടെയാണെന്ന് എനിക്ക് പറഞ്ഞു തരുമോ എന്ന് മലക്കുൽ മൗത്തിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഹുവ അന്ത ഇബ്രാഹിമേ, അങ്ങനെ അല്ലാഹു ഖലീലായി തിരഞ്ഞെടുത്തത് താങ്കളെയാണ്.
അത്ഭുതത്തോടെ രോമാഞ്ചപുളകിതമായി ചോദിക്കുന്നുണ്ട്, കൈഫത്തഖദനീ ഖലീല, എന്റെ റബ്ബ് എന്നെ എന്തിനാണ് ഖലീലായി തിരഞ്ഞെടുത്തത്? അവന്റെ ഉത്തമ സുഹൃത്തായി തിരഞ്ഞെടുത്തത് എന്തിനാണ്? മറ്റൊന്നുമല്ല, നിങ്ങളിൽ ഒരു ഗുണമുണ്ട് ഇബ്രാഹിം നബിയെ. എന്താണ് ആ ഗുണം? അല്ലാഹു തആല കണ്ടത്, എന്നിലുള്ള സവിശേഷ ഗുണം എന്താണ് അല്ലാഹ് കണ്ടത്? മറ്റൊന്നുമല്ല, ഇന്നക തുഅതുഹും, നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം ജനങ്ങൾക്ക് കൊടുക്കുന്നയാളാണ്. നിങ്ങളുടെ കയ്യിലൊന്നും പിടിച്ചു വെക്കുന്നയാളാ അല്ല, നിങ്ങളെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാ. എന്നാൽ വലാ തസ്അലുഹും, നിങ്ങൾ ജനങ്ങളോടൊന്നും ചോദിക്കുകയുമില്ല. ജനങ്ങളുടെ കയ്യിലുള്ളതൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നയാളല്ല, എന്നാൽ നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുന്നയാളുമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഖലീലായി തിരഞ്ഞെടുത്തത്. എന്റെ പ്രിയമുള്ളവരെ, ഈ പെരുന്നാളിന്റെ സുന്ദരമായ ദിവസത്തിൽ എനിക്കും നിങ്ങൾക്ക് തരാനുള്ള, ഞാൻ എന്നോട് പറയുന്നതും രണ്ടാമത് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് പറയുന്നു, അതാണ് നമ്മുടെ കയ്യിലുള്ളതൊക്കെയും മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള മനസ്സാക്ഷി ഉണ്ടാകണം, സുമനസ്സാകണം. എന്നാ മറ്റുള്ളവരുടെ ഉള്ളത് നമ്മൾ ആഗ്രഹിക്കുകയും വേണ്ട. ആ ഒരു ഗുണത്തിന്റെ പേരിലാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അല്ലാഹ് ഖലീലാക്കിയതെന്ന് പരിശുദ്ധമായ ഖുർആൻ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം അദ്ദേഹത്തെ അറിയിച്ചുവെങ്കിൽ, അതാകട്ടെ നമ്മളുടെ ഇന്നത്തെ സന്ദേശം ഇബ്രാഹിം നബി യഥാർത്ഥ നിലയിൽ പിൻപറ്റുവാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും സഫ് കെട്ടി എഴുന്നേൽക്കുക ഇൻഷാ അല്ലാഹ്. ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സ്വഹാബ, നേരിൻ തെളിദീപം തെളിയിച്ചവരിൽ ചൊരിയുന്നു സലാമ. സൂര്യനുദിക്കാൻ ദിക്കുകൾ